എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം വരാം എന്നുള്ളതിനെ പറ്റിയാണ്, ഒരു ചോദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ടും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നത്. എല്ലാം കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് അറിയാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് അറിയുക, ശ്രുതി എന്നാണ്. ശ്രുതി ടീച്ചർ, മാളു ടീച്ചർ എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ മലയാളം ഫസ്റ്റില് വേദം എന്ന് പറയുന്ന ഒരു യൂണിറ്റുമായിട്ടായിരുന്നു വന്നിരുന്നത്. വേദത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഭാഗമായിട്ടാണ്. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കുക കേട്ടോ. കേരള പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയും ഞങ്ങള് ക്ലാസ് തരാറുണ്ട് അല്ലെ. മായ ടീച്ചറൊക്കെ നിങ്ങൾക്ക് ക്ലാസ് തരാറില്ലേ? ടീച്ചറും തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മ, 2 മത്സ്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയാണ്, ഇതാ പരീക്ഷയൊക്കെ അടുത്ത് വരികയാണ്. ആ സമയത്താണ് നമുക്ക് എക്സ്ട്രാ ഒരു കൂടുതലായിട്ടൊരു അറിവ് അല്ലെങ്കിൽ ആധികാരികമായിട്ടൊരു പഠനമൊക്കെ വേണം എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ? കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ക്ലാസ് 8ന്റെ യോധ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താണ്. ക്ലാസ് തുടങ്ങിപ്പോയില്ലേ, അയ്യോ ഇതെങ്ങനെയാണ് വീണ്ടും ജോയിൻ ചെയ്താൽ എനിക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടാന്നുള്ള ഒരു സംശയവും ആർക്കും വേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന രീതിയിലുള്ള ഒരു സിലബസ് ഒക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ എത്രയും പെട്ടെന്ന് നമ്മുടെ യോധ ബാച്ചില് ജോയിൻ ചെയ്യാത്തവര് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തവരോട് അതിന്റെ അഭിപ്രായമൊക്കെ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. എന്നിട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോളൂ. പരീക്ഷയൊക്കെ അല്ലേ. ഈ ഒരു ഹാഫ് ഇയർലി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് കൊല്ല പരീക്ഷ. പണ്ടത്തെ പോലെ എന്ത് ചെയ്യില്ല, ഒറ്റയടിക്കാൻ കയറ്റി വിടില്ല എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇന്ന് ടീച്ചറ് മുൻവർഷ ചോദ്യ മാതൃകകൾ കാണാതെ പോവല്ലേ എന്ന് ഒരു മുൻവർഷ ചോദ്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ പരീക്ഷ അടുപ്പിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. ഇന്ന് ഒരു ചോദ്യാണേ. നിരവധി നാഴികകൾ കളിപ്പെട്ടി തലയിലേറ്റി നടന്നിട്ടുണ്ട്. താൻ എന്നും ഇന്നും കലാസപരിക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ്. ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ? കീർത്തി മുദ്ര എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെ ആരാണ് ഈ ഒരു വാചകങ്ങൾ പറയുന്നത്? ആര് പറയുന്ന വാക്കുകളാണിത്? ഒന്ന് ഓർത്ത് നോക്കൂ. ആര് പറയുന്നതാണ്? ആശാനാണ് അല്ലെ. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗവും പരിഗണിച്ച് ആശാൻ എന്ന കഥാപാത്രത്തിന് നിരൂപണം തയ്യാറാക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആശാൻ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ഈ കഥ ആരുടേതാണ് എന്നൊക്കെ നമ്മളൊന്ന് അറിയണം അല്ലെ. കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്, ആശാനാണ് അല്ലെ. അപ്പോൾ ഇത് ഏത് കഥയിലാണ്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കീർത്തി മുദ്ര, ഉണ്ണികൃഷ്ണൻ പുതൂറിന്റെ കീർത്തി മുദ്ര എന്ന് പറയുന്ന കഥയിലെ ആശാൻ എന്നൊരു കഥാപാത്രം ഉണ്ട് അല്ലെ. അപ്പോൾ അദ്ദേഹത്തിനാണ് നമ്മൾ എന്ത് തയ്യാറാക്കേണ്ടത്? കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ആ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് എഴുതുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ എഴുതുക. അപ്പോൾ ഇതിന് എത്ര മാർക്കായിരിക്കും? 6 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. 6 മാർക്കിന്റെ 2 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. 3 ചോദ്യം തരും, അതിൽ 2 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ 6, 2, 12 മാർക്കിന് ഈ ഒരു രൂപത്തിലുള്ള ചോദ്യം ഉണ്ടാവും 6 മാർക്കിനുള്ളത്. ഓക്കെ. അപ്പൊ മക്കള് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏത് പാഠത്തിലേതാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. അത് ചോദ്യത്തിലുണ്ട്. ഇനിയിപ്പൊ അഥവാ ചോദ്യത്തിൽ അത് തന്നില്ല എങ്കിൽ നമ്മൾ എഴുതേണ്ടിയും വരും. അതുകൊണ്ടാണ് കീർത്തി മുദ്ര കേട്ടോ. ഈ ഒരു സൂചന മാത്രം തരുന്നെങ്കിൽ കീർത്തി മുദ്ര എന്ന കഥയിലെ എന്ന് നമ്മൾക്ക് എഴുതേണ്ടി വരും. അപ്പോ തുടക്കം ഇങ്ങനെ എഴുതല്ലേ. കീർത്തി മുദ്ര എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിലും അണിയറയിലും ഒരുപോലെ ശോഭിച്ച കലാകാരനായിരുന്നു ആശാൻ. കൃഷ്ണനാട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പൊ കൃഷ്ണനാട്ടം എന്ന കലയെ അത്രയും ആഴത്തിൽ സ്നേഹിച്ച ഒരു
ആളായിരുന്നു ആശാൻ അല്ലെ. കളിച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാം. കുമാരനാശാൻ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? കുമാരു എന്നായിരുന്നു ആദ്യം അദ്ദേഹത്തിന്റെ പേര്. ആരെ? കുമാരനാശാന്റെ കേട്ടോ. അപ്പോ അതിനുശേഷം അദ്ദേഹം കുട്ടികളെ അഭ്യസിപ്പിക്കാനൊക്കെ തുടങ്ങി. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ അഭ്യസിപ്പിക്കാൻ തക്കവണ്ണം ഒരു ആശാനായി അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോഴാണ് കുമാരു എന്നുള്ളതിന്റെ കൂടെ കുമാരനാശാൻ എന്ന പേര് വന്നത്. അതുപോലെ ആയിരിക്കും ഇദ്ദേഹത്തിന് ആശാൻ എന്ന പേര് വന്നിട്ടുണ്ടാവുക അല്ലെ. കീർത്തിമുദ്ര എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ആശാൻ. കൃഷ്ണാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിലും അണിയറയിലും ഒരുപോലെ ശോഭിച്ച കലാകാരനായിരുന്നു ആശാൻ. വ്യത്യസ്ത രൂപഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അതുല്യ പ്രതിഭ. 13-ാം വയസ്സിലാണ് ആശാൻ കച്ചകെട്ടി അരങ്ങിലെത്തിയത്. കച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കലയുടെയും വേഷത്തെയാണ് നമ്മൾ കച്ച എന്ന് പറയുന്നത്. ഈ വേഷമാണ് കച്ച എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. കച്ചകെട്ടി അരങ്ങിലെത്തിയത്, അതായത് തുടക്കം, ഒരു അരങ്ങേറ്റം അല്ലെ. ഇതിന്റെ തുടക്കം ഇദ്ദേഹത്തിന്റെ 13-ാം വയസ്സിലായിരുന്നു. പിന്നെ നമ്മള് പണത്തിനും പ്രശസ്തിക്കും അപ്പുറം അല്ലെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച, കളിയരങ്ങിനെ ദൈവസന്നിധിയായി കണ്ട, കല ഒരു തപസ്സാക്കി മാറ്റിയ ആശാൻ. പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ. പുതിയ കുട്ടികള്, ഇതിലേക്ക് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കലയെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇദ്ദേഹത്തിന് സംശയമായിരുന്നു. അത് ശരിയാണ് അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കല അഭ്യസിക്കുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നൃത്ത ഇനങ്ങളായിക്കോട്ടെ, കഥകളി പോലത്തെ, ഓട്ടംതുള്ളൽ പോലത്തെ ഐറ്റങ്ങൾ. എൻ്റെ മോള് ഇപ്രാവശ്യം ഓട്ടംതുള്ളൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവളോട് ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ മത്സരത്തിന് വേണ്ടി എന്ന് മാത്രം അല്ലെ, മത്സരിക്കാം നമുക്ക്, പക്ഷെ മത്സരത്തിന് വേണ്ടി ആവരുത്. ആ കല വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. മത്സരത്തിന് സമ്മാനം കിട്ടുക എന്നതിലപ്പുറം ഒരു കലയെ നമ്മൾ അറിഞ്ഞ് സ്നേഹിച്ച് ആ കലയിലേക്ക് പോകുമ്പോഴാണ് അല്ലെ യഥാർത്ഥ കലാകാരനാവുന്നത്. അങ്ങനെ ഒരാളായിരുന്നു ആര്? ആശാൻ എന്ന് പറയുന്നത്. അപ്പൊ പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പച്ചയിൽ നിന്ന് കത്തിവേഷത്തിലേക്ക് കാലം ആശാനെ എത്തിച്ചെങ്കിലും തന്റെ പ്രതിഭാവൈഭവം കൊണ്ട് വേഷങ്ങളെല്ലാം തന്മയത്വത്തോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. അതായത് ഇദ്ദേഹം ആദ്യം കൃഷ്ണവേഷമായിരുന്നു ചെയ്തത് അല്ലെ. നല്ല സ്വഭാവത്തോടു കൂടിയ വേഷങ്ങളാണ് നമ്മൾ കഥകളിയിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഥകളി വേഷത്തെ കുറിച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ പച്ച വേഷങ്ങളാണ് അല്ലെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അസുരവേഷത്തിലേക്ക് മാറിയപ്പോൾ അത് എന്തായി മാറി? അത് കത്തിവേഷമായി. അതായത് പച്ചയിൽ നിന്ന് കത്തിവേഷത്തിലേക്ക് കാലം ആശാനെ എത്തിച്ചെങ്കിലും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് കൃഷ്ണനെയൊക്കെ ചെയ്യാൻ വളരെ യോഗ്യനാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തെ കൃഷ്ണനൊക്കെ ആക്കി മാറ്റൂ അല്ലെ. കൃഷ്ണവേഷങ്ങൾ അദ്ദേഹം, അതായത് പച്ചവേഷം. പച്ച എന്ന് പറയുന്നത് നമ്മൾ കഥകളിയിലൊക്കെ നല്ല സ്വഭാവമുള്ള അവരെ അവതരിപ്പിക്കുന്ന, ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതാണ് പച്ചവേഷം. അപ്പൊ കത്തിയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അസുരവേഷത്തിലേക്ക് ഇദ്ദേഹത്തിന് മാറേണ്ടി വന്നു. അതായത് പ്രായം കൂടുന്തോറും ഇദ്ദേഹത്തിന് അസുരവേഷം നൽകിയില്ലേ. അപ്പൊ തനിക്ക് ഏത് വേഷം കിട്ടിയാലും അതിനെ തന്മയത്വത്തോടെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അല്ലെ അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക വൈഭവം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എഴുതാം. തന്റെ പ്രതിഭാ വൈഭവം കൊണ്ട് വേഷങ്ങളെല്ലാം തന്മയത്വത്തോടെ അഭിനയിച്ചു ഫലിപ്പിക്കാൻ ആശാന് കഴിഞ്ഞു. കളിയോഗത്തോട് വിട വാങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള കളിയിൽ കാണികളുടെ മനം കവർന്ന ആശാൻ അരങ്ങിൽ തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായി മാറുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? അദ്ദേഹത്തിന്റെ അവസാന കളിയാണ്. അദ്ദേഹത്തിന് കീർത്തിമുദ്ര എന്ന് പറയുന്ന ഒരു പുരസ്കാരമൊക്കെ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവസാനത്തെ ആ ഒരു കളിയില് അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുകയാണ്? അരങ്ങിൽ നിന്ന് തന്നെ മരണം സംഭവിക്കുകയാണ്. തികഞ്ഞ കലാകാരനാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലെ. കാരണം അതൊരു ഭാഗ്യമാണ്. അങ്ങനെ അരങ്ങിൽ നിന്ന് ജീവിച്ച് അല്ലെങ്കിൽ അരങ്ങിലൂടെ വളർന്ന് അരങ്ങ് തന്നെ തൻ്റെ സ്വർഗമായി കണക്കാക്കിയ ഒരു കലാകാരന് അരങ്ങിൽ നിന്ന് തന്നെ അവസാന ശ്വാസം വലിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ കഥാപാത്ര നിരൂപണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. കീർത്തി മുദ്ര ആണ് കഥയുടെ പേര്. അത് മിക്കവാറും തരും, തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബോണസ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അത് എഴുതാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് കലയെ ഒരു തപസ്യയായിട്ട് സ്വീകരിച്ച കണ്ട ഒരാളായിരുന്നു ആശാൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ചോദ്യം ഞാൻ ഇന്ന് പറയാത്തൊരു കാര്യമാണ്, ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക. കീർത്തി മുദ്ര എന്ന കഥ ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ ഏത് കഥാസമാഹാരത്തിൽ നിന്നുള്ളതാണ്? ഇന്ന് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്, കാരണം നിങ്ങൾ അത് ഉത്തരം കണ്ടെത്തേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓർമ്മയില്ലെങ്കിൽ ടെക്സ്റ്റ് പുസ്തകം വായിച്ച് പാഠപുസ്തകം വായിച്ച് ഓർമ്മയില്ലെങ്കിൽ ഇന്ന് തന്നെ കീർത്തി മുദ്ര എന്ന് പറയുന്ന കഥയൊന്ന് എടുത്തു നോക്കുക. അതിന്റെ ഏറ്റവും അടിയിൽ കഥയുടെ അവസാനം ഉണ്ടാവും, ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഉത്തരം. എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് കൂടെ പറയാം. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. 6 മാർക്കിനാണ്. അപ്പോൾ ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതിയിട്ടില്ലെങ്കിലും പോയിന്റ് ആയിട്ട് അതിലുണ്ടെങ്കിൽ, പോയിന്റ് ഗണ്ഡികയാക്കിയിട്ടാണ് എഴുതേണ്ടത്, പക്ഷെ എല്ലാ പോയിന്റും അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും കമന്റ് ചെയ്യണം. അതുപോലെ ടീച്ചറിന്റെ ക്ലാസ് യൂസ്ഫുൾ ആയോ എന്ന് കൂടെ, ഇഷ്ടമായോ എന്നും കൂടെ നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ശ്രുതി ടീച്ചർ ഇപ്പൊ പോവാണ്. പരീക്ഷയോടനുബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളായിട്ട് കാണാം. ബൈ.